ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലിനെ കാണാൻ വേണ്ടി വളരെ ദേഷ്യത്തിൽ തന്നെയാണ് അമ്പാടി അവിടേക്ക് വരുന്നത് കേട്ടോ. അഞ്ജലി മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും അമ്പാടിനെ കാണണം. അമ്പാടിനെ കാണുമ്പോൾ അഞ്ജലിക്ക് സന്തോഷമാവുന്നുണ്ടോ, കാരണം അമ്പാടി എന്ന് പറഞ്ഞാൽ അഞ്ജലിയുടെ കൂട്ടുകാരനും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അഞ്ജലി വേഗം അമ്പാടി എടുത്തു പോയിട്ട്, അമ്പാടി സുഖമാണ് അമ്പാടി. എനിക്കെന്ത് സുഖം, നിങ്ങൾക്കല്ലേ സുഖം. അതെന്താ അമ്പാടി എന്തൊരു ദേഷ്യമുള്ള പോലെ എന്ന് ചോദിക്കാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, നീ എന്താണ് ചെക്ക ഇവളോട് ദേഷ്യപ്പെടുന്നത്? അതോ വേറൊന്നുമല്ല, കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി പലതും മറന്നു, പല ആളുകളെയും മറന്നു. ഓ, ഇനി ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണല്ലേ? ഓ, അമ്പാടി അങ്ങനെയാണോ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ അഞ്ജലി വിചാരിക്കേണ്ടത്? അഞ്ജലിക്ക് ഓർമ്മയുണ്ടോ പത്മകുമാരീനെ? അവളുടെ കേസിന്റെ കാര്യം ഓർമ്മയുണ്ടോ? അവളൊന്നും അഞ്ജലി വിളിച്ചിട്ടുണ്ടോ? അഞ്ജലി തിരക്കാണ്, ഈ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും പറയണ്ട. ഒരു മെസ്സേജ്, ഒരു കോള് അഞ്ജലിക്കാവാലോ. അഞ്ജലിനെ മാത്രം പ്രതീക്ഷിച്ചാണ് അവിടെ ആ മദേഴ്സിന്റെ കൂടെ കഴിയണത്. ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. അവൾ എവിടെ പോകും? കേസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയല്ലേ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചത്. ഇനിയിപ്പോ അവൾ ഒറ്റക്കായി. അഞ്ജലി ഒരു കാര്യം ചെയ്യും, അഞ്ജലിക്ക് ഇനി കേസും കാര്യങ്ങളൊന്നും വാദിക്കാൻ പറ്റില്ലല്ലോ, കാരണം രാഘവനുടെ മരുമകളാണല്ലോ അഞ്ജലി. അപ്പോ ഒരു വീട്ടിൽ നിന്ന് രണ്ട് വക്കീലന്മാരും ഒരേ കേസ് വാദിഭാഗവും പ്രതിഭാഗവും പറയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അഞ്ജലിക്ക് ഒരിക്കലും ഈ വീടിനെതിരായിട്ട് ഒന്നും ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് അഞ്ജലി ആ കാലത്ത് ഒഴിഞ്ഞു തന്നേക്ക്, ഞാൻ വേറെ ഏതെങ്കിലും വക്കീലിനെ വെച്ചിട്ട് ആ കേസ് എടുത്തോളാം എന്ന് പറയാണ്. എന്തൊക്കെയാ അമ്പാടി പറയണത്? ഞാൻ അമ്പാടിക്ക് തോന്നുന്നുണ്ടോ പത്മേനെ ഞാൻ ഒഴിവാക്കുമെന്ന്, പത്മേനെ ഞാൻ മറക്കുമെന്ന്? അങ്ങനെ മറക്കണമെന്നുണ്ടെങ്കിലേ അഞ്ജലി മരിക്കണം, ചാവണം, മനസ്സിലായോ? എന്തൊക്കെ സംഭവിച്ചാലും, ഈ ലോകം ഇല്ലാതായാലും, ഞാൻ എന്തായാലും പത്മയുടെ കേസ് വാദിച്ചിരിക്കും. അത് ഈ വീട്ടുകാരെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ ചെയ്തിരിക്കും. അതിന്റെ പേരിൽ ഈ വീട്ടിൽ എനിക്ക് പുറത്താക്കേണ്ടി വന്നാലും, ആരുടെയൊക്കെ ദേഷ്യമോ വിദ്വേഷമോ ഇഷ്ടക്കേറോ ചതിയോ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം പത്മ കേസ് അത് ഞാൻ ഏറ്റെടുത്ത കേസാണ്. ഈ കാണുന്ന അർജുനക്കാളൊക്കെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്ത പത്മേനെയാണ്. അതുകൊണ്ട് ആ കേസ് ഞാൻ വാദിച്ചിരിക്കും. അതിന് അഞ്ജലിക്ക് സാധിക്കും. അഞ്ജലി അതും ഈ വീട്ടിൽ നിന്നുകൊണ്ട് രാഘവനുണ്ണി അങ്കിളിനെ എതിർത്തുകൊണ്ട് സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവൻ നിലനിർത്തിക്കൊണ്ട് പത്മയുടെ കേസ് ഞാൻ വാദിക്കും. അതിനുവേണ്ടി അമ്പാടി വേറെ വക്കീലിനൊന്നും അന്വേഷിക്കേണ്ട. ഈ അഞ്ജലി ജീവനോടുണ്ടെങ്കിൽ ആ ദിവസം കോടതിയിൽ വന്നിരിക്കും. ഇത് അഞ്ജലി അമ്പാടിക്കും പത്മക്കും തരുന്ന വാക്കാണ്. ശരി അഞ്ജലി, എനിക്ക് അഞ്ജലിനെ അത്ര വിശ്വാസമാണ്. പിന്നെ പത്മയുടെ വിഷമം അത് സഹിക്കാൻ പറ്റുന്നില്ല. അഞ്ജലിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് പത്മേനെ ഒന്ന് പോയി കാണണം എന്ന് പറയാണ്. ശരി അമ്പാടി, ഞാൻ ചെയ്തോളാം. പിന്നെ പത്മയെടുത്ത് അമ്പാടി പറയണം, ഒരിക്കലും ഞാൻ പത്മേനെ ചതിക്കില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ആർക്കൊക്കെ ഇതിനെതിരെ എനിക്ക് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ കോടതിയിൽ പോയിരിക്കും, കേസ് വാദിച്ചിരിക്കും, കേസ് നടത്തിയിരിക്കും, ഇനി അങ്ങോട്ടുള്ള കേസുകളും എടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി സ്ലോ മോഷനിൽ അകത്തേക്ക് കയറുവാട്ടോ. വേഗം തന്നെ അർജുൻ അമ്പാടി അടുത്തേക്ക് വരുന്നുണ്ട്. എടാ അമ്പാടി, നിനക്ക് വല്ല ആവശ്യമുണ്ടോ? നിനക്കറിയില്ല അഞ്ജലിയുടെ സ്വഭാവം, അവൾ ഒരിക്കലും കേസ് ഇന്ന് പിന്മാറില്ല. പിന്നെ ഞാൻ അവളെ കറക്റ്റ് സമയത്ത് കോടതിയിൽ ഞാൻ ഹാജരാക്കിയിരിക്കും. അതിന് നിന്റെ അച്ഛൻ സമ്മതിക്കോടാ, അതായത് ഉണ്ണി എന്ന് പറയുമ്പോഴേക്കും, എടാ എന്റെ അച്ഛൻ അത് നീ വിട്ടളനേക്ക്. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്താവേണ്ടി വന്നാലും അഞ്ജലി കേസ് വാദിക്കും. എന്താ അതുപോരെ? മതിയടാ, എന്നാ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പാടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം രാഘവനുണ്ണി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അർജുൻ രാഘവനുടെ അടുത്ത് പറയുന്നുണ്ട്, അതെ പത്മയുടെ കേസ് അച്ഛന് ഓർമ്മയുണ്ടാവുമല്ലോ? ഓ യെസ് യെസ് യെസ്, ഓർമ്മയുണ്ട്. മറ്റന്നാളാണല്ലോ അവസാന ഹിയറിങ്. എന്തായാലും ആ കേസ് ഇനിയിപ്പോ അഞ്ജലി പോവാത്ത സ്ഥിതിക്ക് തള്ളിപ്പോകും, അല്ലെങ്കിൽ പത്മക്ക് നീതിയൊന്നും കിട്ടില്ല, കാർത്തിക് പുറത്തിറങ്ങും. അതിന് ആര് പറഞ്ഞു അച്ഛനോട് അഞ്ജലി കേസ് വാദിക്കാൻ പോവില്ലെന്ന്? അഞ്ജലി ഈ വീട്ടിൽ നിന്ന് പോയിരിക്കും. അഞ്ജലി കഷ്ടപ്പെട്ട് വക്കീലായതേ കേസ് വാദിക്കാനും കേസ് ഏറ്റെടുക്കാനാണ്, പ്രത്യേകിച്ച് പത്മയുടെ കേസ്. അഞ്ജലി ഇവിടുന്ന് പോയിരിക്കും വെച്ചാൽ പോയിരിക്കും, പത്മയുടെ കേസ് വാദിച്ചിരിക്കും. നാണില്ലാത്തവനെ, നീ കൊണ്ടുപോകടെ ഇവളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ തന്നെ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകും കേസ് വാദിക്കാൻ. ഹോ, അങ്ങനെയാണോ? ഇവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണത് എനിക്കൊന്ന് കാണണമല്ലോ. എടാ, നീ എന്റെ വാക്കിനേക്കാളും വില കൊടുക്കുന്നത് ഇവളുടെ വാക്കിനാണോ? അതെ, ഇങ്ങനെ നീതിയുടെ കാര്യത്തിലും ന്യായത്തിന്റെ കാര്യത്തിലും ഞാൻ സത്യത്തിന്റെ ഭാഗത്തേ നിൽക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ കടക്കട പുറത്ത് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഷോക്കാവാണ്. ഗോവിന്ദന്റെ പറയണ്ട്, എന്തൊക്കെയാ ഏട്ടെ നിങ്ങൾ ഈ കാണിക്കണത്? വേണ്ട, എന്നെ എതിർക്കുന്ന ആരും ഈ വീട്ടിൽ വേണ്ട, കടക്കട പുറത്ത് എന്ന് പറയണം. അർജുൻ അത് കേൾക്കേണ്ട താമസം പെട്ടിയും കിടക്കയും എല്ലാം ചുരുട്ടിക്കൊണ്ട് വീടിന്റെ പടി ഇറങ്ങാട്ടോ. തൊട്ടു പിന്നാലെ അഞ്ജലി ഇറങ്ങുന്നുണ്ട്. അത് കാണുമ്പോൾ മുത്തശ്ശിയും രമ്യയൊക്കെ ചോദിക്കുന്നു, മോളെ നീ എവിടേക്ക് പോകുന്നത്? എന്റെ ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഞാനും കഴിയുന്നത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി പടി ഇറങ്ങി പോകുവാട്ടോ അർജുന്റെ കൂടെ. ശരിക്കും രാഘവനുണിക്ക് ഒരു അടി കിട്ടിയ പോലെ, രാഘവനുണിക്ക് മാത്രമല്ല അനുപമ
നമുക്കും ഇന്ദുക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ. അതിനുശേഷം നമ്മുടെ ഇന്ദിര അനുപമേനെ വിളിച്ചിട്ട് എന്തോ സംസാരിക്കണ്ട്. വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത് ഇന്ദിര അനുപമ അടുത്ത് പറഞ്ഞത്, നിന്റെ ജീവിതം പോയി അഞ്ജലി, വട്ട പൂജ്യമായി. അഞ്ജലി അനുപമേ, നിന്റെ ജീവിതം ഇനി തീർന്നുവടി എന്നൊക്കെ പറഞ്ഞ് പുച്ഛത്തോടെ കളിയാക്കുവാട്ടോ. അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഇന്ദിരാമ്മായി നമ്മുടെ കുഞ്ഞപ്പനെയും മധുവിനെയൊക്കെ അടിക്കാൻ വേണ്ടി വലിയൊരു വടി എടുത്ത് അവർ അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ ഒരു ഓട്ടോ വരുന്നത്. ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ അഞ്ജലി ആട്ടോ. അഞ്ജലിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അഞ്ജലി വന്നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആട്ടോ. അഞ്ജലിയുടെ പേര് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാമള പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശ്യാമള കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ശിവരാമനും തൊട്ടു പിന്നാലെ വരുന്നുണ്ട്. അഞ്ജലി മൈൻഡ് ചെയ്യാതെ അകത്ത് കയറാൻ പോകുമ്പോ ശിവരാമൻ പറഞ്ഞു, നിക്കടി അവിടെ, എവിടേക്കാണ് നീ കയറുന്നു പോണത്? ഇത് നിന്റെ വീടല്ല, ഇത് എന്റെ വീടാ, നീ ഇറങ്ങി പോവാൻ നോക്ക്. ആഹാ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവരാമന്റെ കൈ തട്ടി മാറ്റി നമ്മുടെ അഞ്ജലി അകത്തേക്ക് കയറാട്ടോ. ശിവരാമനും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതിനുശേഷം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ കേസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അഞ്ജലി അവിടെ പോണത്. തെളിവും കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജലി വീട്ടിലേക്ക് പോണത്. തിരിച്ച് അഞ്ജലി വേറെന്തോ കാര്യത്തിന് വേണ്ടി വീണ്ടും ശംഖുചക്രത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അഞ്ജലി ശംഖുചക്രത്തിൽ വരുന്ന സമയത്താണ് അബി അവിടെ എത്തുന്നത് കേട്ടോ. അബി ബാൽക്കണി നിന്നിട്ട് ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലി ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അഞ്ജലിനെ കാണുമ്പോൾ നമ്മുടെ അബി ഞെട്ടിപ്പോവാണ്. അഞ്ജലി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ട്, അഞ്ജലി ഇതെന്തൊരു സർപ്രൈസ് ആണ്, താൻ എന്താ ഇവിടെ, താൻ ആരൊക്കെയാണ് ഇവിടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് അബി. അഞ്ജലി ഒന്നും മിണ്ടാതെ അബീനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് അനുപമ വരുന്നുണ്ട്. ഓ, നിങ്ങൾക്ക് അറിയണം മനുഷ്യ ഇവിടെ ആരെ കാണാൻ വന്നെന്ന്. എങ്കില് നിങ്ങൾ അറിഞ്ഞോ, ഇവളെ ഈ വീടിന്റെ മരുമകളാണ്. അതായത് ഇവളുടെ ഭർത്താവിനെ കാണാനാണ് ഇവളെവിടെ വന്നത്. ഭർത്താവിന്? നീ എന്തൊക്കെയടി അനുപമേ ഈ രാവിലെ തന്നെ വിളിച്ചു പോകുന്നത്? അഞ്ജലി പറയുന്നുണ്ട്, അതെ, ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ വീട് ഇതാണ്. എന്റെ ഭർത്താവിന്റെ പേര് അർജുൻ എന്നാണ്. തെളിച്ചു പറയണമെങ്കിൽ നിങ്ങളുടെ അനിയൻ അർജുൻ കെട്ടിയ താലിയാണ് എന്റെ കഴുത്തിൽ കിടക്കുന്നത്. അത് കാണുമ്പോഴേക്കും അബി ആകെ ഷോക്കായി പോട്ടെ. ശരിക്കും ഒരു അടി കിട്ടിയ പോലെ തോന്നുകയാണ് അബിക്ക്. ശേഷം അഞ്ജലി അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോകുന്ന അഞ്ജലിനെ നോക്കി നിൽക്കുകയാണ് അബി. ആ സമയത്ത് അനുപമ പറയണ്ടോ, അവളെ നോക്കി നിങ്ങക്ക് കൊതി തീർന്നില്ലേ? നിങ്ങക്ക് നാണില്ലേ മനുഷ്യ? നോക്ക്, അവളെ ഇപ്പോഴേ പഴയ അഞ്ജലിയല്ല, അഞ്ജലി അർജുനാണ്. അതായത് നിങ്ങളുടെ അനിയൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ്. ഇതൊക്കെ എപ്പോ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു? അതൊക്കെ പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഈ വീട്ടിൽ ആരുടെ അറിവോ സമ്മതത്തോടെയല്ല അവരുടെ വിവാഹം കഴിഞ്ഞത്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു രണ്ടുപേരും. എന്റെ വീട്ടുകാരാ ആദ്യം അത് കണ്ടുപിടിച്ചത്. അവളെ ചവിട്ടി പുറത്താക്കി. അവൾക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ അനിയൻ അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നു. അപ്പൊ അച്ഛൻ അവളെ കേറ്റി, വേറെ നിവർത്തിയില്ലല്ലോ. പക്ഷെ അങ്കിളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട്. അതിനേക്ക് നീയല്ലേ ചുവടുവെച്ചു കൊടുക്കണത്? അതെ, ഞാൻ തന്നെയാണ്. എന്റെ അബി അവൾ ഇവിടുന്ന് പോകണമെന്നുള്ളത് എന്റെ ആവശ്യം കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് അനുപമ അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഭാഗങ്ങൾ മാത്രമേ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കേട്ടോ ടിവിയിലും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.